ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മഹേഷ് ആണെങ്കിൽ ആകെ വിഷമത്തിലാണ്. ഇഷിത വരുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, താനിന്ന് സ്കൂളിൽ പോയിരുന്നു അല്ലേ ആദ്യടുത്ത് സംസാരിക്കാനായിട്ട്? അതെ, ഞാൻ പോയിരുന്നു മഹേഷ് എന്ന് പറയുമ്പോൾ, എന്നിട്ട് അവൻ തന്നോട് എന്ത് മറുപടി പറഞ്ഞു? മഹേഷിനോട് പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. എടോ, താൻ വിഷമിക്കുമെന്ന് വേണ്ട, അവൻ കൊച്ചുകുട്ടിയല്ലേ, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ രചനയ്ക്ക് വലിയൊരു സ്ഥാനമാണുള്ളത് എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, മഹേഷ് അതങ്ങനെ തന്നെയാണ് വേണ്ടത്, മക്കളുടെ മനസ്സിൽ അമ്മക്ക് വലിയ സ്ഥാനം തന്നെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ മഹേഷ് പറഞ്ഞിട്ട്, താൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? തനിക്കറിയാവുന്നല്ലേ രചനയുടെ സ്വഭാവമൊക്കെ, എന്നിട്ടും അവളിങ്ങനെ വെള്ള പൂശാൻ തനിക്കൊരു മടി തോന്നുന്നില്ലേ? അവനിപ്പോൾ അമ്മ എന്നൊരു രീതിയിൽ മാത്രമേ അവളെ കാണുന്നുള്ളൂ. അവളുടെ സ്വഭാവം എന്താണെന്നോ, അവൾ എന്നെ ഉപേക്ഷിച്ച് ആകാശിനോട് പോയത് എന്ത് കാരണം കൊണ്ടിട്ടാണെന്നോ ഒന്നും അവനറിയില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവനതൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ തനിക്ക് തോന്നണുണ്ടോ ഇപ്പം അവൻ കാണിക്കുന്ന സ്നേഹം രചനയെടുത്ത് അവനെ പിന്നീട് ഉണ്ടാവുമെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, എനിക്ക് അറിയാം അവനെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ രചനയെടുത്ത് അറുപ്പായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇപ്പം അവൻ്റെ അമ്മയാണ് രചന, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണീ ലോകത്ത് അച്ഛനെക്കാളും അവകാശ സ്വാതന്ത്ര്യം ഉള്ളത് അമ്മക്ക് തന്നെയാണ്. അവൻ രചനയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അവൻ്റെ വിശ്വാസവും സ്നേഹവും നമ്മൾ പിടിച്ചു പറിക്കാൻ വേണ്ടി നോക്കരുത്. അത് അവനിൽ നിന്ന് നമ്മൾ ഒരുപാട് അകറ്റും മഹേഷ് എന്ന് പറയണം. എങ്കിലും അവൻ്റെ ആഗ്രഹം കേട്ടിട്ട് ഞാൻ വല്ലാതെ ഷോക്കായിപ്പോയി എന്ന് പറയുമ്പോൾ, മഹേഷിനല്ലോ പറഞ്ഞത് അവൻ്റെ ചെറിയ കുട്ടിയാണ്, ആ രീതിയിൽ കണ്ടാൽ മതിയെന്ന്. അത് ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി മഹേഷ്. ശരി, എന്തായാലും താനൊരു കാര്യം ചെയ്യും, അതൊന്നും ആലോചിച്ചിട്ട് താൻ വിഷമിക്കണ്ട. താൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല മഹേഷ് എന്ന് പറയുമ്പോൾ, താൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിഷമമില്ല എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കും. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ താൻ അതിനെക്കുറിച്ച് ആലോചിച്ച് കരയും. താൻ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരയുന്നതൊക്കെ ഞാൻ കാണാറുണ്ടോ. നോക്ക്, എന്ത് കാരണം കൊണ്ടിട്ടാണെങ്കിലും തന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. തൻ്റെ മനസ്സിൽ അങ്ങനത്തെ എന്തെങ്കിലും ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളഞ്ഞേക്ക്. അയ്യോ, ആദ്യമോൻ ആഗ്രഹിച്ചതല്ലേ, രചന മുമ്പ് എന്തോ തെറ്റ് ചെയ്തു, അവൾ അതിൽ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ മഹേഷ് ഏറ്റെടുത്താലോ താൻ ഒഴിഞ്ഞു പോയാലോ എന്തെങ്കിലുമൊക്കെ വിചാരം തൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റിയേക്ക്. പിന്നെ തനിക്ക് തീരുമാനിക്കാം, എന്നെ ഉപേക്ഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ തനിക്കും എന്നെ ഉപേക്ഷിക്കണമെങ്കിൽ താൻ ഉപേക്ഷിച്ച് പോയിക്കോ. പക്ഷേ രചനനെ ഞാൻ കൈപിടിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കയറ്റുമെന്ന് താൻ വിചാരിക്കേണ്ട. ഇനി താൻ ഉപേക്ഷിച്ച് പോയിട്ട് ഏതൊക്കെ പെണ്ണിൻ്റെ ജീവിതത്തിൽ വരാൻ നോക്കിയാലും അവരെയൊന്നും ഞാൻ സ്വീകരിക്കില്ല. ഈ മഹേഷ് ചന്ദ്രൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ഭാര്യയുള്ളൂ, അത് താനാടോ ഇഷിത എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. മഹേഷിൻ്റെ ആ ഒരു ചേർത്ത് പിടിക്കലും ഇഷിതക്ക് ഭയങ്കര സമാധാനം കൊടുക്കുന്നുണ്ട്. ഇഷിത വളരെ സന്തോഷത്തോടു കൂടി തന്നെ പോകുകയാണ്. ശേഷം ഇഷിതക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സംസാരിക്കാൻ വേണ്ടി തന്നെ മഹേഷ് തീരുമാനിക്കുകയാണ്. പിറ്റേ ദിവസം ചിപ്പിയുടെ കൂടെ മഹേഷാണ് ആദിനെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മഹേഷ് അല്ലെങ്കിൽ ഇഷിത വരുമെന്ന് ആദിക്ക് അറിയാം. എങ്കിൽ പോലും തൻ്റെ ഡാഡി വരുവാണെങ്കിൽ തനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഇത്രയും നാൾ തൻ്റെ ഡാഡിനെ താൻ അകറ്റി നിർത്തിയതാണ്. ഇനി തൻ്റെ ഡാഡി വരുമ്പോൾ തനിക്ക് അകറ്റി നിർത്താൻ പറ്റില്ല, തൻ്റെ ഡാഡിനെ താൻ ചേർത്ത് പിടിച്ചേ പറ്റൂ എന്നൊക്കെ നമ്മുടെ ആദ്യം ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് മഹേഷ് ചിപ്പിനെയും കൊണ്ട് അവിടേക്ക് വരുന്നത്. അങ്ങനെ ചിപ്പിനെ കാണുമ്പോഴേക്കും വേഗം തന്നെ ആദ്യം ഓടി വരുന്നുണ്ട്. ആ ചിപ്പി, ആദ്യേട്ടൻ എന്നെ കാത്തിരിക്കുകയായിരുന്നു അതോ ഡാഡിനെ കാത്തിരിക്കുകയായിരുന്നോ? നിങ്ങൾ രണ്ടുപേരെയും കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയണം. എനിക്കറിയാം, ആദ്യേട്ടൻ ഇപ്പോൾ ഡാഡിനെ കാണണമെന്നാണല്ലോ, എന്നെ കാണണമെന്നൊന്നും ഇല്ലല്ലോ. ചിപ്പി, നീ അങ്ങനെ പറയല്ലേ, നീ എൻ്റെ പെങ്ങളല്ലേ, ഒരേ ഒരു പെങ്ങള്, അതുകൊണ്ട് എനിക്ക് നിന്നെ കാണണമെന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ വെച്ച് എപ്പോഴും സംസാരിക്കുകയല്ലേ, അതുകൊണ്ട് ഡാഡിനെ കാത്തിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ശരി, എങ്കിൽ നിങ്ങൾ സംസാരിച്ചോ, ഞാനിവിടെ നിൽക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടെ പോകുകയാണ്. ശേഷം നമ്മുടെ ആദ്യം പറയുന്നുണ്ട്, ഞാൻ ഡാഡി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അല്ല, ഇഷിത വന്നാൽ നിനക്ക് അത് ഇഷ്ടമാവില്ലേ? ഇഷിതാമിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഡാഡിനെ എന്നെ ഒരുപാട് അകറ്റി നിർത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഡാഡിനെ കാണാനാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. മോനെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഡാഡി എന്താ പറയാൻ പോകുന്നത്? എനിക്ക് നന്നായിട്ട് അറിയാം ഡാഡി. ഞാൻ ഇഷിതാമ്മടുത്ത് ഇന്നലെ പറഞ്ഞ മറുപടി തന്നെ എനിക്ക് ഡാഡിയുടെ അടുത്ത് പറയാനുള്ളൂ. മമ്മിയും ഡാഡിയും ഒന്നാവണം, അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പില്ല ഡാഡി ഞാൻ എന്ന് പറയുമ്പോൾ മഹേഷ് പറഞ്ഞു, മോനെ, മമ്മിയും ഡാഡിയും ഒരിക്കലും ഒന്നാവില്ല. കാരണം ആ ഒരു രീതിയിലല്ല, നീ വിചാരിക്കുന്ന രീതിയിലല്ല ഞാനും രചനയും പിരിഞ്ഞത്. നോക്ക്, നീ ചിലപ്പോൾ കരുതുന്നുണ്ടാവുമായിരിക്കും, നീ സിനിമയിലും പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും, ചില അമ്മയും അച്ഛനൊക്കെ പിരിഞ്ഞു പോയിട്ട് മക്കൾക്ക് വേണ്ടി ഒന്നിക്കണത്. പക്ഷെ അതിനൊരു കാരണമുണ്ട്, നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ, എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ എൻ്റെയും രചനയുടെ കാര്യത്തിൽ ആ ഒരു കാരണമില്ല മോനെ, നിനക്കതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഡാഡി, എനിക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ഡാഡി ഒരുപാട് മമ്മിനെ സ്നേഹിക്കുന്ന സമയത്ത് തന്നെ മമ്മി ആകാശങ്ങളിലെ കൂടെ ഇറങ്ങിപ്പോയതൊക്കെ എനിക്കറിയാം. അതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഡാഡി പറയാൻ പോണത്. മഹേഷ് ആകെ ഷോക്കായി പോകണം. ഇവനെല്ലാം അറിയാം, അറിഞ്ഞു വെച്ചിട്ടാണോ ഇവൻ പിന്നെ മമ്മീനെ സ്വീകരിക്കണമെന്ന് പറയണമെന്ന് കരുതുന്നത് എന്ന് മഹേഷ് വിചാരിക്കുകയാണ്. എന്താ ഡാഡി, അതല്ലേ കാരണം? ഡാഡി ഒരുപാട് സ്നേഹിക്കുമ്പോൾ തന്നെ മമ്മി ഡാഡിനെ ഉപേക്ഷിച്ച് ആകാശങ്ങളുടെ കൂടെ
പോയി. ഡാഡിക്ക് പണമില്ലായിരുന്നു, സ്ഥാനമാറ്റങ്ങളില്ലായിരുന്നു. അതല്ലേ കാരണം. അതൊക്കെ എനിക്ക് അറിയാം ഡാഡി. മമ്മി അന്നൊരു തെറ്റ് ചെയ്തു, പക്ഷെ അതിൻ്റെ പേരിൽ മമ്മി ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അത് പുറമേ കാണിക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആകാശങ്ങളുടെ ക്രൂരത ഞാൻ മനസ്സിലാക്കുന്ന പോലെ തന്നെ മമ്മിയും മനസ്സിലാക്കുന്നുണ്ട് ഡാഡി. അതിൽ നിന്ന് മമ്മീനെയും കൂടി ഡാഡിക്ക് രക്ഷിക്കാൻ പറ്റൂ. ഡാഡി എങ്ങനെയെങ്കിലും മമ്മീനെ അതിൽ നിന്ന് രക്ഷിക്കണം, ആകാശങ്ങളിൽ നിന്ന് രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. ഡാഡി മാത്രം വിചാരിച്ചാലേ അതിന് സാധിക്കുള്ളൂ. മമ്മി ഇല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് വരില്ല ഡാഡി. പക്ഷേ എന്ന് വെച്ചിട്ട് ഒരിക്കലും മമ്മി ഇല്ലെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാതെ ഒന്നും ഇരിക്കില്ല കേട്ടോ. നിങ്ങളെ കാണാനൊക്കെ ഞാൻ വരും, വന്നിട്ട് രാവിലെ വന്നിട്ട് വൈകിട്ട് പോകും. പക്ഷേ ഒരു ദിവസം പോലും ഞാൻ അവിടെ തങ്ങില്ല. കാരണം എൻ്റെ മമ്മീനെ ഉപേക്ഷിച്ച് എനിക്കൊരു ജീവിതമില്ല ഡാഡി എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഞാൻ ഡാഡി അടുത്ത് പറയാം. ഇനി എന്നെ ഈ കാര്യം പറഞ്ഞ് നിർബന്ധിക്കല്ലേ, ഞാൻ നിങ്ങളെയൊക്കെ ചിലപ്പോൾ വെറുത്തു പോവും എന്നൊക്കെ പറയാണ് മഹേഷ്. ആദ്യം അടുത്ത് പറയുന്നുണ്ട്, ശരി മോനെ, എനിക്ക് നിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. ശരി, നീ നിൻ്റെ മമ്മീനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ മമ്മിയുടെ കൂടെ തന്നെ നിന്നോ. നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനുണ്ടെങ്കിലും തൊട്ടരികിൽ തന്നെ ഞാനുണ്ടാകും. പക്ഷേ ഇഷിത ഉപേക്ഷിച്ച് എനിക്കൊരു ജീവിതമില്ല മോനെ. കാരണം ഇഷിത വന്നേ പിന്നെയാണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. ആകെ മരവിച്ച് കുത്തുവാളെടുക്കത്ത് കിടക്കുമായിരുന്നു ഞാൻ. എൻ്റെ ബിസിനസ്സിലെ മാറ്റം ചിപ്പീന നല്ലൊരു ജീവിതത്തിലേക്ക് ഇപ്പോൾ അവൾ ഇവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇഷിതയാണ്. അപ്പോൾ തന്നെ മോനെ മനസ്സിലാക്കാമല്ലോ. പിന്നെ മോൻ്റെ ജീവിതവും രക്ഷിച്ചത് ഇഷിതയാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആർക്കും വേണ്ടിയിട്ടും അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് തയ്യാറല്ല. പക്ഷേ എനിക്ക് എൻ്റെ മോനെ ഉപേക്ഷിക്കാനും പറ്റില്ല. നിങ്ങൾ രണ്ടുപേരെ എനിക്ക് വേണമെന്നുണ്ട്, പക്ഷെ രണ്ടും നടക്കില്ലല്ലോ. അതുകൊണ്ട് മോൻ എന്തായാലും രചനയുടെ കൂടെ നിൽക്കാനും താല്പര്യമെങ്കിൽ ശരി, അങ്ങനെ ചെയ്തോ. പക്ഷെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് പാതിരാത്രിക്കാണെങ്കിലും നിനക്ക് എൻ്റെ അടുത്ത് വരാം. ഇഷിതനെ ഉപേക്ഷിച്ച് എനിക്കൊരു ജീവിതവും ഇല്ല മോനെ, അത് നീയും മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ്. ആദ്യക്ക് ചെറിയ ദേഷ്യം വരുന്നുണ്ടെങ്കിലും ശരിയാണ്. ഇഷിത കാരണം മഹേഷിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ താനെന്ന് പറഞ്ഞ ആദ്യക്ക് ഈ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇഷിത തന്നെയാണ്, ഇഷിതാമ്മ തന്നെയാണ്. അതുകൊണ്ട് ആ സ്ത്രീനെ ഒരിക്കലും തള്ളിക്കളയാനും സാധിക്കില്ല എന്ന് ആദ്യം മനസ്സിലുറപ്പിക്കുകയാണ്. ശേഷം ആദ്യം വീട്ടിൽ വന്നിട്ട് രചനയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ന് താൻ മഹേഷിനെ കണ്ട കാര്യം, മഹേഷിനോട് മമ്മീനെയും കൂടി സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇഷിതനെ ഉപേക്ഷിച്ച് മഹേഷിൻ്റെ ഒരു ജീവിതം ഇല്ലെന്ന് മഹേഷ് പറഞ്ഞു എന്ന് ആദ്യം രചനയെടുത്ത് പറയുമ്പോൾ രചന ആകെ തകർന്നു പോവാട്ടോ. കാരണം താൻ ഇത്രയും നാൾ നഷ്ടപ്പെടുത്തിയത് ഒരു ഡയമണ്ടിനെ ആയിരുന്നല്ലോ, ഒരു കാക്കപ്പൊന്നിനെ വേണ്ടിയിട്ട് തൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഡയമണ്ട്, ഒരു വജ്രത്തിനെ താൻ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് നമ്മുടെ രചന. എന്നാലും എൻ്റെ ജീവിതം ഇനി എങ്ങോട്ടേക്കാണ്, എവിടേക്കോ ഒഴുകി പോകുന്നൊരു പുഴ പോലെ. മഹേഷിൻ്റെ ഇഷിതേൻ്റെ ജീവിതം ശരിക്കും ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്. ആദ്യം അവരെ സ്നേഹിക്കുന്നുണ്ട്. അവർക്കത് മതിയായിരിക്കും. എന്തായാലും തനിക്കാണല്ല നഷ്ടപ്പെട്ടത്, താനാണ് അനാഥയായി പോയത് എന്നൊക്കെ രചനയൊക്കെ മനസ്സിലാകുന്ന നിമിഷങ്ങളാട്ടോ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. പിന്നെ ഇന്നും നാളെ എപ്പിസോഡില്ല. നമ്മുടെ ബിഗ് ബോസിൻ്റെ ലാലേട്ടൻ വരുന്ന ഭാഗമായിട്ട് ഇന്നും നാളെ എപ്പിസോഡില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.